കോഴിക്കോട് വടകരയിലെ MDMA പണമിടപാട് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. കസ്റ്റഡി അപേക്ഷ വടകര NDPS കോടതി ഉടൻ പരിഗണിക്കും. കേസിലെ പ്രതികളായ അധ്യാപികമാരെയും ഡെലിവറി ബോയ് ജിജിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേസിലെ പ്രതികളും പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരുമായിരുന്ന കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ കോളുകളുടെ വിവരശേഖരണവുമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ശാസ്ത്രീയ തെളിവ് ശേഖരണവും ആരംഭിച്ചു കഴിഞ്ഞു. ATM വഴി പണം പിൻവലിച്ചടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ATM കൗണ്ടറിൽ നിന്നും പണം പിൻവലിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അനുമതിക്കായി ബാങ്കുകൾക്ക് കത്ത് നൽകി കഴിഞ്ഞു. ഇതുവഴി പണം പിൻവലിച്ചയാളെ കണ്ടെത്തിയാൽ അവരും പ്രതികളാകും. ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നത്. പണം മുഴുവൻ വയനാട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് കണ്ടെത്തിയിരുന്നു. മൊത്തം വിതരണക്കാരനായ ഇയാളെ പറ്റിയുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആവശ്യമെങ്കിൽ ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കും. പ്രതികളിൽ ഒരാളായ കീർത്തന വടകര NDPS കോടതി നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി തിങ്കളാഴ്ച വാദം കേട്ടു. കാവ്യ, നീഷ്മ, ഡെലിവറി ബോയ് ജിജിൽ എന്നിവരും തിങ്കളാഴ്ച ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനു വേണ്ടി എതിർ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.